അപ്പൊ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടാൻ ഇങ്ങനെ സ്റ്റോക്ക് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയ ഷോർട്ട് ടൈം പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, നല്ല റിട്ടേൺസ് തരുന്ന സ്റ്റോക്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം എത്ര പെർസെന്റേജ് റിട്ടേൺ കിട്ടുന്നുണ്ട്? 50%. വളരെ ഷോർട്ട് പീരീഡ് അല്ലേ? അപ്പൊ ഈ ഒരു പീരീഡിൽ സ്റ്റോക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, 2017 തൊട്ട് അക്യുമുലേറ്റ് ചെയ്യാണ്. 2017 തൊട്ട് 2019 വരെ, അതായത് ഏകദേശം 2 വർഷത്തോളം അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പാക്ട് ആണ് ആ ഒരു 5 മാസം കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഈ 2018 തൊട്ട് അല്ലെങ്കിൽ 19 വരെ ഇതിനകത്ത് പൈസ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മണ്ടരായിരിക്കുമോ? ആണോ? അല്ല, അവർക്ക് മാക്സിമം ആ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ സമയം കിട്ടും അല്ലേ? അതായത് ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ഇടാൻ പൈസ ഇല്ലാന്ന് വിചാരിച്ചു, നമ്മൾ ഈ 2 വർഷമായിട്ട് ഓരോ മാസം ഒരു 10,000 രൂപ വെച്ചിട്ട് സ്റ്റോക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 1,20,000 രൂപയ്ക്ക് ഒരു വർഷം വാങ്ങിച്ചൂടെ? അടുത്ത വർഷവും 1,20,000 രൂപയ്ക്ക് വാങ്ങിച്ചൂടെ? അപ്പൊ തന്നെ 2,40,000 ആയില്ലേ? ഇപ്പൊ 2 വർഷം കൊണ്ട് നമുക്ക് അക്യുമുലേറ്റ് ചെയ്തൂടെ? അപ്പൊ നമുക്ക് സ്റ്റോക്കുകൾ ആക്ച്വലി അക്യുമുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ലോങ് പീരീഡിലെ വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് ഒരു എമൗണ്ട് എടുക്കാനില്ലെങ്കിൽ നമുക്ക് എല്ലാ മാസവും എന്ത് ചെയ്യാം, ബൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോക്കുകളിൽ എന്ത് ചെയ്യാം, SIP പോലെ ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിലല്ലാതെ സ്റ്റോക്കുകളിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, SIP പോലെ ചെയ്യാം. അപ്പോൾ ഒരു നല്ല ഫണ്ടമെന്റലി അത്യാവശ്യം നല്ല സ്റ്റോക്സും ഇതുപോലെ പാറ്റേണിലൊക്കെ നിൽക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനിടയിൽ ഈ 2 വർഷത്തിനിടയിൽ മാർക്കറ്റിൽ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും. അതായത് എത്ര ന്യൂസ്, കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വാറിന്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഉക്രൈന്, പാകിസ്ഥാന്, ഇപ്പൊ ഇസ്രായേൽ, ഇറാന് എല്ലാം. അപ്പൊ ഇങ്ങനത്തെ ന്യൂസുകൾ വന്നാലും ഈ ഒരു പാറ്റേണിനകത്ത് തന്നെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സ്റ്റോക്സ് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല സ്ട്രോങ് ഹാൻഡ്സിന്റെ കയ്യിലാണ്, നന്നായിട്ട് അക്യുമുലേറ്റ് നടക്കുന്നുണ്ട്. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, മീൻസ് ഈ ഒരു സ്ട്രക്ചറിനകത്ത് തന്നെയാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ വളരെ പാനിക്കായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് വിറ്റ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ലെവലിന് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, വിൽക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഈ വളരെ ചെറിയ ഷോർട്ട് പീരീഡിൽ 50% ഒക്കെ മൂവ് ചെയ്യുമ്പോൾ ആൾക്കാർ സെല്ല് ചെയ്യും. കാരണം ഇപ്പൊ 1,00,000 രൂപ കിട്ടി, 50,000 രൂപ കിട്ടി, ബെറ്റർ റിട്ടേൺ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾ അതിനേക്കാൾ മുകളിലാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കരുത് മാർക്കറ്റിനെ കാണേണ്ടത്. കാരണം നമ്മൾ ഇട്ട പൈസക്കകത്ത് 1,00,000 രൂപ കിട്ടിയാലാണ് എനിക്ക് ലാഭം വാങ്ങിക്കാൻ പറ്റേണ്ടത്. ഞാൻ ആ പൈസ കിട്ടിയിട്ട് ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം 90,000 വരെ പോകും, 1,00,000 ടച്ച് ചെയ്യുന്നതിന് മുമ്പ് താഴോട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന റിവാർഡ് എത്തിയാൽ അവിടെ ഇറങ്ങണം. ഓക്കെ, ദെൻ ഈ പാറ്റേൺ വർക്ക് ചെയ്തേക്കുന്ന പിടിയോ ഇതുപോലെ കുറെ ടൈപ്പ് ഓഫ് ഇങ്ങനത്തെ പാറ്റേൺ. അപ്പൊ ഇത് എപ്പോഴും ഷോർട്ട് ടൈമിന് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇൻട്രാഡേ അല്ല, സിംഗ്. ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്ന കൈൻഡ് ഓഫ് ട്രേഡിങ്ങിനാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രാഡേ എന്ന് പറയുന്നത്. അല്ലല്ല, ഷോർട്ട് ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം നമ്മൾ 3 months 6 months ഒക്കെ ഹോൾഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിനാണ്. ഇത് എവിടെയാ ഡിഫറൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ് ലാബിലാണ് ഡിഫറൻസ് വരുന്നത്. നമ്മൾ ഇൻട്രാഡേക്ക് കണക്കാക്കുന്ന ടാക്സ് ലാബ് അല്ല നമ്മുടെ ഷോർട്ട് ടൈം ക്യാപിറ്റലിന് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ കണക്കുന്ന ടാക്സ്. അതേപോലെ തന്നെ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടാക്സ് എന്ന് പറയുന്ന ഡിഫറൻസ് ആണ്. അപ്പം ആ ടാക്സ് ലാബിലാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് കേട്ടോ. ഷോർട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വളരെ ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ വിൽക്കുന്നു എന്നുള്ളതല്ല, അതല്ല കേട്ടോ. വെക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു 3 മാസം നിങ്ങൾ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ 3 മാസത്തിനിടയിൽ ഉണ്ടാകുന്ന ന്യൂസ് ഒക്കെ മാർക്കറ്റിൽ ഇമ്പാക്ട് ചെയ്യുമല്ലോ. അപ്പം ഓരോ ഡേയ്സിന്റെ ഹൈസ് അല്ലെങ്കിൽ ലോസ് മാർക്ക് ചെയ്തിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എസ്എൽ വെക്കാം. ഇവിടെ തന്നെ നോക്കിക്കോളൂ. ഇപ്പൊ നിങ്ങൾ ഇവിടെ സ്വിങ്ങിനെ ട്രേഡ് എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് ഇപ്പൊ മാർക്കറ്റ് ഇവിടെ ലോസ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ സിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. then ഇവിടെ ഒരു സിംഗ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു ഡെയിലി, ഇത് വീക്ക്ലി ക്യാൻഡിൽ ആണല്ലോ, അപ്പം നമുക്ക് ഡെയിലി ക്യാൻഡിലിന്റെ SLകൾ വെച്ചിട്ട് മാർക്ക് ചെയ്ത് പോകാം. then ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലോ കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയതിനു ശേഷം ഇവിടെ ഓരോ ഡേ ക്യാൻഡലിന്റെയും ലോകളിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് SL കൊണ്ടുപോകാം. എപ്പോഴെങ്കിലും ഡേ ക്യാൻഡലിന്റെ ലോകൾ ഉണ്ടല്ലോ, ആ ലോ ക്യാൻഡലിന് SL ഇങ്ങനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാം. ഈ ക്യാൻഡലിലേക്ക് വരുമ്പോൾ ഇവിടെ വെക്കാം. അടുത്ത ഗ്രീൻ ക്യാൻഡലിന്റെ ലോ എന്ന് പറയുമ്പോൾ ഈ ക്യാൻഡലിന്റെ ലോ വരും. ദെൻ അതിനുശേഷം അടുത്ത ക്യാൻഡലിന്റെ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ വരും അല്ലേ. ദെൻ അടുത്ത ഒരു നെക്സ്റ്റ് ഡേ വരുമ്പോഴത്തേന് ഈ ഒരു ക്യാൻഡിൽ വരും. അതിനടുത്ത ദിവസം ആ ഒരു ക്യാൻഡലിന്റെ അടുത്ത് വന്ന് ഇറങ്ങി ടച്ച് ചെയ്ത് അല്ലേ. ഇപ്പൊ ഇവിടം തൊട്ട് മാർക്കറ്റ് നമ്മൾ ഇവിടം വരെ മാർക്കറ്റിനെ റൈഡ് ചെയ്ത് കൊണ്ടുപോയി.
ഇവിടെ എത്തുമ്പോൾ നമ്മൾ എസ് എൽ ഹിറ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങും. എസ് എൽ ഹിറ്റായി ഇറങ്ങുക പറഞ്ഞാൽ പ്രോഫിറ്റിലല്ലേ ഇറങ്ങുന്നേ, അതായത് ഏകദേശം 42% പ്രോഫിറ്റിൽ നമ്മൾ എക്സിറ്റ് ആയി വിചാരിച്ചു. ഇതിന് അത് കഴിഞ്ഞ് 2-3 ദിവസം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ എസ് എൽ ഹിറ്റ് ആയിട്ടാണല്ലോ പോകുന്നത്. അതിനുശേഷം മാർക്കറ്റ് വന്നേക്ക് നോക്കി നമ്മൾ ബൈ ചെയ്ത് അതേ ലെവലിലേക്ക് വന്നിട്ടില്ലേ. അപ്പൊ ഇവിടെ ഇറങ്ങിയില്ലായിരുന്നുണ്ടെങ്കിൽ പിന്നെ വന്ന് നമ്മൾ കോസ്റ്റ് ഇരിക്കത്തില്ലേ. അപ്പൊ നിങ്ങളൊരു ഷോർട്ട് ടൈം പീരീഡിലേക്കാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവണം, എവിടെയാ കയറണ്ടേ എവിടെയാ ഇറങ്ങണ്ടേ. അല്ലാതെ അത് കഴിഞ്ഞിട്ടും പിന്നെ വണ്ടി പോകുമല്ലോ എങ്കിൽ പിന്നെ ഞാൻ അതിൽ തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് പ്രോഫിറ്റ് ആവോ? ഇല്ല. അപ്പൊ ഇവിടുന്ന് പിന്നെ ഒരു 1-2-3 ദിവസം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്സൈഡിലോട്ട് പോയിട്ടുണ്ട്. അതിനേക്കാൾ ഫാസ്റ്റായിട്ട് അത് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചെന്താ, മാർക്കറ്റ് എങ്ങനെയാ മൂവ് ചെയ്യാം, എപ്പോഴും ഹൈ ലോ അല്ലേ. അപ്പൊ ഈ ലോ എന്തായാലും ഉണ്ടാക്കൂലേ. അപ്പൊ ആ ലോയിൽ ഒന്നെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള പേഷ്യൻസ് വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇറങ്ങണം. അതിനുശേഷം മാർക്കറ്റ് ആ ഡിപ്പിലെത്തി വീണ്ടും പോയിട്ടുണ്ട്. അപ്പം റീടെസ്റ്റ് എൻട്രി എടുക്കേണ്ട ആൾക്കാർക്ക് ഈ സ്പേസിലേക്ക് വരുന്ന സമയത്ത് റീടെസ്റ്റ് എൻട്രി കൺസിഡർ ചെയ്യാം. വീണ്ടും അഗൈൻ ഇവിടുന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ ഈ സ്റ്റോക്ക് വിടുക എന്ന് അർത്ഥമില്ല. കാരണം മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ഒരു റീടെസ്റ്റ് വന്നിട്ടില്ലല്ലോ. ദെൻ അഗൈൻ വീണ്ടും മാർക്കറ്റ് അവിടേക്ക് വന്നില്ലേ, ഹൈ തന്നു, വീണ്ടും റീടെസ്റ്റ് വന്നു, വീണ്ടും ഇവിടെ വെച്ചിട്ട് ഈ ഹൈ കട്ട് ചെയ്യുന്നില്ലേ, വീണ്ടും ഈ ഹൈ കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് കയറാം. എവിടെ ടാർഗറ്റ് വെക്കാം, നേരത്തെ ഉണ്ടാക്കി ഈ ഒരു ഹൈ വരെ കണ്ടോ. ഈ ഒരു നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് അടിച്ച ആ സ്പേസിൽ എത്തിയപ്പോ വീണ്ടും മാർക്കറ്റ് റിജക്ട് ചെയ്തില്ലേ. കാരണം അവിടെ ആരുടെ പ്രസൻസ് ഉണ്ട്, സെല്ലാസിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, മാർക്കറ്റ് അവിടുന്ന് താഴോട്ട് അല്ലെ, സപ്ലൈ ആയതുകൊണ്ട്. ദെൻ വീണ്ടും അഗൈൻ മാർക്കറ്റ് ആ സ്പേസിൽ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനുശേഷം മാർക്കറ്റ് വീണ്ടും അഗൈൻ നമ്മൾ ബൈ ചെയ്ത് അതേ ലെവലിലേക്ക് വന്നു. നിങ്ങൾ നോക്കിക്കേ കണ്ടോ, ഇവിടെ ആരുടെ പ്രസൻസ് ഉള്ള ഏരിയ ആയിരുന്നു. അതിനുശേഷം ഇവിടെ എത്തിയപ്പോഴും അപ്പൊ എന്ത് ചെയ്തു, ബയേഴ്സ് വന്നല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത്, അതായത് മാർച്ച് 2020 ഐഡന്റിഫൈ ചെയ്ത് അതേ ദിവസം ഒക്ടോബർ 2020 ആ പ്രൈസ് ആക്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. ആ ഒരു സ്പേസിലേക്ക് വരുമ്പോൾ ബയറും സെല്ലറും എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് പോയല്ലേ. മാർക്കറ്റ് ഇവിടെ പോയിട്ട് ഇവിടെ വരെ എത്തിയപ്പോ എന്ത് ചെയ്തു, വീണ്ടും താഴേക്ക് വന്നു. എപ്പോഴും മാർക്കറ്റ് സപ്ലൈ സൈഡും ഡിമാൻഡ് സൈഡും ഇങ്ങനെ സൈഡ് വൈസ് ആക്ട് ചെയ്തോണ്ടിരുന്ന സൈഡിൽ തന്നെ നിൽക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അത് എന്ത് ചെയ്യേണ്ടി വരും, ഒരു സൈഡിലോട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ എപ്പോഴും മാർക്കറ്റിന് എങ്ങോട്ട് പോകാനാണ് ഇഷ്ടം, മുകളിലോട്ട് പുതിയ ഹൈകൾ ക്രിയേറ്റ് ചെയ്യാനല്ലേ താല്പര്യമുള്ളത്. കാരണം എന്നാലല്ല ആൾക്കാർക്കാണെങ്കിലും കമ്പനികൾക്കാണെങ്കിലും പ്രോഫിറ്റും ലാഭവും ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇവിടെ ടച്ച് ചെയ്തു ദെൻ അഗൈൻ ടച്ച് ചെയ്തു അല്ലെ. 3-4 തവണയൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. 3-4 തവണയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ദെൻ അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് അവിടുന്നുണ്ടോ, ബ്രേക്ക് ചെയ്തു. തന്നെ വീണ്ടും ആ ഒരു സോണിലേക്ക് എത്തിയപ്പോ അവിടെ എന്താ അറ്റാക്ക് ചെയ്തു, എന്താ അറ്റാക്ക് ചെയ്യുന്നത്, സൈഡ് വേസ് പ്ലസ് ഇതെന്താ അറ്റാക്ക് ചെയ്യുന്നത്, ഈ സ്പേസ് സപ്പോർട്ട് ഓർ ഡിമാൻഡ്, സപ്ലൈ ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ആയിട്ട് ആക്ട് ചെയ്തു. പിന്നെയും അഗൈൻ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്നു. അപ്പൊ ആ ഒരു പ്രൈസ് ആക്ട് ചെയ്യുന്ന ഏരിയ പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്, പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ.